രജത ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന സെയിൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അതേ തിളക്കം അവകാശപ്പെടാവുന്ന 3 പേരാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് അരങ്ങൊഴിയുന്നത്. സജീവമായ ഒരു കർമ്മ പാരമ്പര്യത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് സിസ്റ്റർ എൽസ, സിസ്റ്റർ റോഷൽ, മീര മിസ് ഇവർ ഈ വർഷം വിടവാങ്ങുന്നു. കാലത്തിൻ്റെ ചുവരെഴുത്തുകൾക്ക് മായ്ച്ചു കളയാൻ സാധിക്കാത്ത വിധത്തിൽ കല്ലിൽ കൊത്തിയ പോലെ ജീവിതത്തിൻ്റെ നല്ല കാലഘട്ടങ്ങളും ഏറ്റവും മനോഹരവും സത്യസന്ധവും ആത്മാർത്ഥമായും തങ്ങളുടെ കർമ്മങ്ങൾ CSST സ്ഥാപനത്തിനു വേണ്ടി ഒരു നിയോഗം പോലെ സമർപ്പിച്ചവരാണ് ഇവർ. ഇന്ന് സെയിൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സാരഥിയായ സിസ്റ്റർ എൽസ 2007 സെയിൻറ് ജോസഫ് സ്കൂളിൽ ഹിസ്റ്ററി അധ്യാപികയായി ജോലിയിൽ പ്രവേശിക്കുന്നത്. സിസ്റ്റർ 1993 മുതൽ 1999 വരെ സെയിൻറ് തെരേസ സ്കൂളിലും 1999 മുതൽ 2006 വരെ SHLPS, സെയിൻറ് ജോൺസ് HS, വിമലഹൃദയം HSS കൊല്ലം എന്നീ സ്കൂളുകളിലും സേവനം ചെയ്തിട്ടുണ്ട്. കേരള പ്രൊവിൻസിലെ എഡ്യൂക്കേഷൻ കമ്മീഷൻ മെമ്പറായി നിരവധി തവണ സിസ്റ്റർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പുതിയ അറിവുകൾ നേടുന്നതിൽ സിസ്റ്റർ തൽപരയായിരുന്നു. ഈ തിരക്കുകൾക്കിടയിലും MA ഹിസ്റ്ററി കൂടാതെ MSc സൈക്കോളജി, MSW എന്നീ ബിരുദങ്ങൾ സിസ്റ്റർ കരസ്ഥമാക്കിയിട്ടുണ്ട്. തൻ്റെ സഹപ്രവർത്തകരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് അറിവ് നേടാനുള്ള ത്വര കൊണ്ടാണെന്നതിൽ യാതൊരു സംശയവുമില്ല. Ecclesiastes 3:11 says, "He has made all things beautiful in its time." The day has dawned to bid farewell to an extraordinary person, a true embodiment of dedication, wisdom and grace. My beloved sister, Sister Elsa. Sister, your profound faith in the Lord and His people and your unwavering commitment to education have guided and inspired countless lives. Through your leadership, you have instilled values that will remain with them forever. Your gentle but firm approach, coupled with your vision for holistic development, has transformed this school into a temple of learning and character building. As you step into a new chapter of your vision, I fondly remember the precious lessons you have imparted. May the Lord continue to guide you in your journey. May your path ahead be as fulfilling as the legacy you leave behind here. Stay blessed. God bless you. 1968 ജൂൺ 1 തിരുവല്ല പുത്തൻ വീട്ടിൽ PG പാപ്പച്ചൻ്റെയും മറിയാമ്മ ജേക്കബിൻ്റെയും 5 മക്കളിൽ 2ാമത്തെ മകളായി സാലി ജേക്കബ് ജനിച്ചു. കുഞ്ഞുനാൾ മുതൽ ദൈവസ്നേഹത്തിൽ വളർത്തപ്പെട്ട സാലി ജേക്കബ് ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് സെയിൻറ്റ് എലിസബത്ത് ഓഫ് ഹംഗേറിയൻ എന്ന നാമധേയത്തിലൂടെ സിസ്റ്റർ എൽസ എന്ന പേര് സ്വീകരിച്ചു. ഐ ക്യാൻ ഡു എവരിത്തിങ് ത്രൂ ക്രൈസ്റ്റ് ഹൂ ഗിവ്സ് മീ സ്ട്രെങ്ത്. ഫിലിപ്പിയൻസ് 4:13. ദൈവസ്നേഹവും ദൈവാശ്രയബോധവും ഉൾക്കൊണ്ടുള്ളതാണ് സിസ്റ്ററുടെ ജീവിതം. രാവിലെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് പ്രെയർ റൂമിൽ വന്ന് എല്ലാ ദിവസവും കുട്ടികളോടൊപ്പം കരുണക്കൊന്ത ചൊല്ലുന്നതിലൂടെ കുട്ടികളെ ഈശോയിലേക്ക് ചേർത്ത് പിടിക്കുന്നു. സഭാസ്ഥാപക മദർ തെരേസ ഓഫ് സെയിൻറ് റോസ് ഓഫ് ലിമയുടെ സ്റ്റാച്യു സ്കൂൾ കോമ്പൗണ്ടിൽ സ്ഥാപിച്ചതിലൂടെ CSST സ്ഥാപകയോടുള്ള പ്രത്യേക വിധേയത്വം നമുക്ക് കാണുവാൻ സാധിക്കും. ഏകദേശം 10 വർഷം സിസ്റ്റർ ചിൽഡ്രൻസ് ഹോമിൻ്റെ ചുമതല വളരെ ഗംഭീരമായി തന്നെ നിർവഹിക്കാനും അതിലൂടെ ഒരമ്മയുടെ വാത്സല്യം കുട്ടികളിലേക്ക് എത്തിക്കാനും ഒരുപാട് കുട്ടികൾക്ക് വഴിവിളക്കാവാനും സാധിച്ചു. ക്ലാസ് ടീച്ചറായിരുന്നപ്പോൾ ഹ്യൂമാനിറ്റീസിലെ കുട്ടികൾക്ക് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഭാഗമാകാനും അങ്ങനെ നല്ലൊരു ശിഷ്യസമ്പത്ത് തന്നെ ഉണ്ടാക്കുവാനും സിസ്റ്ററിന് സാധിച്ചിട്ടുണ്ട്. വർക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു മറ്റൊരു മേഖല. 20 ഐറ്റം കുട്ടികളെ കൊണ്ട് പങ്കെടുപ്പിച്ച് ഓവറോൾ വാങ്ങിച്ചിരുന്നത് നല്ലൊരു ഓർമ്മയാണ്. സിസ്റ്റർ എൽസ എന്നെ സംബന്ധിച്ചോളം സഹോദരി തുല്യ ആണ്. സിസ്റ്റർ എൽസ ഇവിടെ വന്നതിന് ശേഷം ഉടൻ തന്നെ ചിൽഡ്രൻസ് ഹോമിൻ്റെ ചാർജ് എടുക്കുകയും ചിൽഡ്രൻസ് ഹോമിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തതായി എനിക്ക് വ്യക്തമായി അറിയാം. എല്ലാവർക്കും നല്ല ബെഡും ബെഡ്ഷീറ്റും ഒക്കെയായി നല്ലൊരു അന്തരീക്ഷമായിരുന്നു ചിൽഡ്രൻസ് ഹോമിൻ്റെ ഉള്ളിൽ. ഞാൻ സിസ്റ്റേഴ്സിനെയും പല കോഴ്സുകളും ഒരുമിച്ച് ചെയ്തു
വെച്ചാലും ആ മേഖലയെല്ലാം പൊന്നാക്കി മാറ്റിയിട്ടുണ്ട്. എല്ലാ മേഖലയെക്കുറിച്ചും ഇപ്പോൾ കമ്പ്യൂട്ടർ സംബന്ധമായിട്ടോ ഡ്രൈവിംഗ് സംബന്ധമായിട്ടോ എല്ലാ വിഷയത്തിലും അത്യാവശ്യം നല്ല വിവരമുണ്ടായിരുന്നു. ഏതു മേഖലകൾ ഏറ്റെടുത്താലും അത് വളരെ ഭംഗിയായിട്ട് ഏറ്റവും മാക്സിമത്തിൽ ചെയ്ത് അവസാനിപ്പിക്കുമായിരുന്നു. സിസ്റ്റർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു സിസ്റ്ററാണ്. സിസ്റ്ററിന് എല്ലാ ഭാവങ്ങളും നേരുന്നതിനോടൊപ്പം തന്നെ റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഇതുവരെയുള്ള ജീവിതത്തെക്കാളും ഊർജ്ജസ്വലമായിട്ടും കാര്യക്ഷമമായിട്ടും സന്തോഷപൂർണ്ണമായിട്ടും കർമ്മ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള സമയമായിട്ട് ആണ് ഞാൻ കരുതുന്നത്. സിസ്റ്ററിന് അതിന് വേണ്ടിയിട്ട് എല്ലാ കരുത്തും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അതിന് വേണ്ടിയിട്ട് പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. 2023 സിസ്റ്റർ പ്രിൻസിപ്പലായി സ്ഥാനമേറ്റെടുക്കുന്നത്. നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ രജത ജൂബിലി ആഘോഷത്തിന് ആരംഭം കുറിക്കുവാനും അതിലൂടെ ഒരുപാട് കാരുണ്യപ്രവർത്തനങ്ങൾ നടത്തുവാനും സിസ്റ്ററിന് സാധിച്ചു. 2001 മുതൽ സിസ്റ്റർ റോഷലിൻ്റെ നിറസാന്നിധ്യം നമ്മുടെ സെയിൻറ്റ് ജോസഫ്സിലുണ്ട്. ഇടയ്ക്ക് സെയിൻറ്റ് തെരേസസിലും സെയിൻറ്റ് ആൻ്റണീസിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിലും ജോലിയിൽ പ്രവേശിച്ചതും ജോലിയിൽ നിന്ന് വിരമിക്കുന്നതും നമ്മുടെ സെയിൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് തന്നെയാണ്. 1969 ആഗസ്റ്റ് 5 ഗോതുരുത്ത് പുത്തൻ വീട്ടിൽ അഗസ്റ്റിൻ്റെയും പ്രംസിയുടെയും 9 മക്കളിൽ ഏറ്റവും ഇളയവളായി റീത്ത ജനിച്ചു. ദൈവാശ്രയബോധത്തോടെ വളർന്ന റീത്ത തൻ്റെ ജീവിതം ഈശോയ്ക്ക് സമർപ്പിച്ച് സെയിൻറ്റ് റോക്കിൻ്റെ നാമം സ്വീകരിച്ച് സിസ്റ്റർ റോഷൽ എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. വാട്ട് ഈസ് ഇമ്പോസിബിൾ വിത്ത് മെൻ ഈസ് പോസിബിൾ വിത്ത് ഗോഡ്. ലൂക്ക് 18:27. ഓഫീസിലെ ഏതൊരു പ്രവർത്തനങ്ങളും വളരെ കൃത്യതയോടും ലാഘവത്തോടെയും ചെയ്തു തീർക്കാനുള്ള സിസ്റ്ററിൻ്റെ തീക്ഷ്ണത വളരെ വലുതാണ്. ഓരോ പ്രിൻസിപ്പൽമാരും സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ആക്സിലറേറ്റർ കൈകാര്യം ചെയ്യുന്നത് സിസ്റ്റർ റോഷലാണ് എന്ന് തന്നെ പറയാം. മനസ്സിൽ നന്മയും കലാബോധവുമുള്ള സിസ്റ്റർ ചെയ്യുന്നതെല്ലാം ഭംഗിയും വൃത്തിയും പൂർണ്ണതയും ഉള്ളതായിരിക്കണമെന്ന് നിർബന്ധക്കാരിയാണ്. പുഷ്പങ്ങൾ അലങ്കരിക്കുന്നതിനും ബൊക്കെ നിർമ്മിക്കുന്നതിനും സിസ്റ്ററിന് അസാധാരണമായ കഴിവുണ്ട്. വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് സിസ്റ്റർ നല്ലൊരു കൂട്ടുകാരിയും സഹോദരിയും കൂടിയാണ്. 2002 വന്ന സിസ്റ്റർ 2015 കാര്യപ്രാപ്തിയും പക്വതയുമുള്ള നല്ലൊരു സിസ്റ്ററായി തീർന്നു. ഇണക്കങ്ങളും പിണക്കങ്ങളും നിറഞ്ഞ ആ കാലങ്ങൾ എനിക്ക് മറക്കാൻ സാധിക്കുകയില്ല. റിട്ടയർ ചെയ്തെങ്കിലും സിസ്റ്ററിന് എന്നോടുള്ളതായ ആ സ്നേഹവും ബഹുമാനവും ഇന്നും നിലനിൽക്കുന്നുണ്ട്. സിസ്റ്റർ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു ജീവിതം സിസ്റ്ററിന് ലഭിക്കട്ടെ. സിസ്റ്ററുടെ ജീവിതത്തിലുടനീളം ദൈവാനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്പാർക്ക് സോഫ്റ്റ്വെയർ പേരുപോലെ തന്നെ സ്പാർക്കായി കൈകാര്യം ചെയ്യുവാനും മാസത്തിലെ 2ാമത്തെ ദിവസം കൃത്യമായി ശമ്പളം അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുവാനുമുള്ള സിസ്റ്ററിൻ്റെ പ്രത്യേക കഴിവ് എടുത്തു പറയേണ്ടതാണ്. ഓഫീസിലെ ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലും സ്കൂളിലെ ഏതൊരു പ്രോഗ്രാമിലും സ്റ്റേജ് ആൻഡ് ഫ്ലവർ അറേഞ്ച്മെൻറ്റിലുമുള്ള ക്രിയേറ്റിവിറ്റിയും സിസ്റ്ററിൻ്റെ പെർഫെക്ഷനും നമുക്ക് കാണുവാൻ സാധിക്കും. ഓഫീസിലെ തിരക്കുകളുടെ ഇടയിലും ഫിസിക്സ് ബോട്ടണി ലാബുകളിൽ കൃത്യമായി എത്തി അടുക്കും ചിട്ടയോടുകൂടി കുട്ടികൾക്ക് വേണ്ടി നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിലും ഹോളി മാസ്, റിട്രീറ്റ് തുടങ്ങിയവയിലൂടെ കുട്ടികളെ ആത്മീയ കാര്യങ്ങളിൽ ഉണർവേകുന്നതിലും സിസ്റ്റർ റോഷലിന് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. സഹപ്രവർത്തകരുടെ കൂടെ എല്ലാ സന്തോഷങ്ങളിലും ആഘോഷങ്ങളിലും പൂർണ്ണ മനസ്സോടെ സിസ്റ്റർ പങ്കുചേരാറുണ്ട്. ഏതൊരു പ്രശ്നവുമായി സിസ്റ്ററിൻ്റെ മുന്നിൽ ചെന്നാലും സിസ്റ്ററിൻ്റെ സ്വതസിദ്ധമായ പുഞ്ചിരി നമുക്ക് ഒരാശ്വാസം തരുകയും ആ പ്രശ്നത്തെ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാൻ സിസ്റ്റർ സഹായിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ മുന്നിൽ വരുന്ന ഏതൊരാളെയും ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി കണ്ട് അവർക്ക് വേണ്ട എന്ത് സേവനങ്ങൾ ചെയ്തു കൊടുക്കാനും സിസ്റ്റർ വളരെ തിടുക്കം കാണിക്കാറുണ്ട്. നീണ്ട 22 വർഷക്കാലം ഒരു കൂടപ്പുറപ്പിനെ പോലെ എൻ്റെ ഒപ്പം സിസ്റ്റർ റോഷൻ ഉണ്ടായിരുന്നു. സ്നേഹത്തോടെ ഞങ്ങൾ കഴിഞ്ഞ ഈ 22 വർഷക്കാലം എത്ര പെട്ടെന്നാണ് കടന്നുപോയത്. ഈശോയ്ക്കും മറ്റുള്ളവർക്കും വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ച സിസ്റ്റർ റോഷന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാതരം ഭാവങ്ങളും പ്രാർത്ഥനകളും നേരുന്നു.
2000 സെപ്റ്റംബറിൽ നമ്മുടെ CSST മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സെയിൻറ്റ് ആൻ്റണീസിൽ +2 ആരംഭഘട്ടത്തിൽ എക്കണോമിക്സ് അധ്യാപികയായി മീര മിസ് ജോലിയിൽ പ്രവേശിച്ചു. സെയിൻറ്റ് ആൻ്റണീസിലും സെയിൻറ്റ് തെരേസസിലും സെയിൻറ്റ് ജോസഫിലുമായി 25 വർഷത്തെ സേവന പാരമ്പര്യമാണ് മീര മിസ്സിനുള്ളത്. എ ഗുഡ് ടീച്ചർ ലൈക്ക് ദ ക്യാൻഡിൽ, ഇറ്റ് കൺസ്യൂംസ് ഇറ്റ് സെൽഫ് ടു ലൈറ്റ് ദ വേ ഫോർ അതേഴ്സ്. മീര മിസ്സിൻ്റെ ജീവിതത്തോട് ചേർത്ത് വായിക്കേണ്ട ഒന്നാണിത്. എല്ലാ കുട്ടികളും, പ്രത്യേകിച്ച് ഹ്യൂമാനിസ്റ്റ് സ്ട്രീമിലുള്ള എല്ലാവരെയും സ്നേഹത്തോടെ വാത്സല്യത്തോടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന നല്ലൊരു അധ്യാപിക. സാമ്പത്തികമായും ബുദ്ധിപരമായും ശാരീരികമായും പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളെ ഇരുചെവി അറിയാതെ സഹായിക്കുവാൻ മീര മിസ്സിന് സാധിച്ചിട്ടുണ്ട്. ഓരോ കുട്ടികൾക്കും വേണ്ടുന്ന രീതിയിലുള്ള റിവിഷൻ പ്രോസസ്സ് നൽകാൻ പ്രത്യേക ശ്രദ്ധ നൽകുന്ന നല്ല സിസ്റ്റമാറ്റിക്കും ഡെഡിക്കേറ്റഡുമായ ഒരു അധ്യാപിക. കുട്ടികളുടെ ചങ്കാണ് മീര മിസ്. കുട്ടികൾക്ക് മാത്രമല്ല, പുറമെ ആർക്ക് എന്ത് സഹായം വേണമെങ്കിലും ആദ്യം മുന്നിട്ടിറങ്ങുന്നത് മിസ്സായിരിക്കും. 2004-2005 കാലയളവിൽ എക്കണോമിക്സുമായി മൽപ്പിടുത്തം നടത്തിയിരുന്ന ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് ഒരു അനുഗ്രഹമായാണ് മീര മിസ് കടന്നു വന്നത്. ഒരു അധ്യാപിക എന്നതിനേക്കാൾ അപ്പുറം കരുതലിന്റെ ഒരു മാതൃകയായിരുന്നു മീര മിസ്. ക്ലാസ്സുകളൊക്കെ വളരെ ഭംഗിയായി സിമ്പിളായി കൈകാര്യം ചെയ്തിരുന്ന മീര മിസ് സ്റ്റഡി ലീവിന്റെ സമയത്ത് വീക്ക് സ്റ്റുഡൻസിനെ പ്രത്യേകം സ്കൂളിൽ വിളിച്ചു വരുത്തി രാവിലെ മുതൽ ഉച്ചവരെ കൂടെ ഇരുന്ന് പഠിപ്പിച്ച് ഉച്ചയൂണിന് ശേഷം അല്പനേരം ക്ലാസ്സിൽ തന്നെ കിടത്തി ഉറക്കി പിന്നീട് ഒരമ്മയെന്നോണം വന്ന് വിളിച്ചുണർത്തി സ്കൂളിന് മുന്നിലെ ചായക്കടയിൽ നിന്ന് ചായയും പലഹാരങ്ങളും വാങ്ങിത്തന്ന് വീണ്ടും വൈകുന്നേരം വരെ ഇരുത്തി പഠിപ്പിച്ച മീര മിസ്സിനെ ടീച്ചർ അമ്മയെന്ന് വിളിക്കുവാനാണ് എനിക്കിഷ്ടം. സങ്കീർത്തകൻ പറഞ്ഞു വെച്ചതുപോലെ, പുഴയോരത്തെ വൃക്ഷം പോലെ മിഴികൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, പാദങ്ങൾ ഭൂമിയുടെ കനിവിലേക്ക് ആഴ്ത്തി, ശിഖരങ്ങൾ അപരനിലേക്ക് വിരിച്ചു പിടിച്ച് നിൽക്കുന്ന ഇലപൊഴിയ വൃക്ഷം പോലെ ഒരനുഗ്രഹമായി മിസ്സിന്റെ ജീവിതം ഇനിയും തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. 1969 മാർച്ച് 30 മറ്റം കാക്കശ്ശേരി പ്രൊഫസർ KT ജോസിൻ്റെയും പുഷ്പത്തിൻ്റെയും 3 മക്കളിൽ രണ്ടാമത്തെ മകളായി മീര ജോസ് ജനിച്ചു. പഠിക്കാൻ മിടുക്കിയായിരുന്ന മീര ജോസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 3rd റാങ്കോടെ MA എക്കണോമിക്സ് പാസ്സായ ശേഷം B.Edഉം MPhilഉം കരസ്ഥമാക്കി. മീര മിസ്സിനെ സർവകലാ വല്ലഭ എന്ന് തന്നെ പറയാം. പാട്ട്, ഡാൻസ്, ഫുഡ്, ടൂറ് ഇവയെല്ലാം നന്നായി ആസ്വദിക്കുന്ന, ഒപ്പം കൂടെയുള്ളവരെയും ആ ഒരു മൂഡിലേക്ക് കൊണ്ടുവരുന്ന ഒരു മൂഡ് എലിവേറ്റർ കൂടിയാണ് മിസ്. പഠിക്കുന്ന കാലത്ത് ഷട്ടിൽ ബാഡ്മിൻ്റൺ ചാമ്പ്യനും സ്കിറ്റ്, ഡ്രാമ തുടങ്ങിയവയിൽ ആക്ട്രസും കൂടിയായിരുന്നു. സ്കൂളിലെ വിവിധ അവസരങ്ങളിൽ ഇത് നമുക്ക് കാണുവാൻ സാധിക്കും. ഏതൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും യൂണിക് ആവണം. അത് ഡ്രസ് സെൻസ് ആയാലും ഇവൻറ്റ്സ് ഓർഗനൈസ് ചെയ്യുന്നതിലായാലും. നല്ല ഉറച്ച ദൈവവിശ്വാസി. ഏതൊരു വിഷമഘട്ടത്തെയും നിർഭയത്തോടെ മറികടക്കുവാൻ ആ ദൈവാവബോധം നന്നായി സഹായിച്ചിട്ടുണ്ട്. മീര മിസ് സെൻറ് തോമസ് കോളേജിൽ ഫിസിക്സ് പ്രൊഫസറായിരുന്ന വർഗീസ് മാസ്റ്ററെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മിസ്സിൻ്റെ ഭർത്താവ് പ്രൊഫസർ വർഗീസ് മാഷും യാത്രാസ്നേഹിയായത് തികച്ചും അനുഗ്രഹമായി. ഒത്തിരി യാത്രകൾ സന്തോഷത്തോടെ നിർവഹിക്കുവാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Hi Meera, congratulations on your 25 remarkable years of teaching experience. I will forever cherish the 4 years we spent together at St. Agnes. Your timely jokes, unconditional love and passion for teaching has always been an inspiration. Wishing you a well-deserved break. May God bless you with endless love and boundless joy. Thank you.